നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നീതിന്യായ കോടതികളെക്കാൾ ഉയർന്നയൊരു കോടതിയുണ്ട്. അത് മനസ്സാക്ഷിയുടെ കോടതിയാണ്. അത് മറ്റെല്ലാ കോടതികളെയും മറികടക്കും. പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിധിന്യായത്തിൽ കോടതി പറയുന്ന വാക്കുകൾ എന്തുകൊണ്ട് പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിക്കുന്നു എന്ന് അക്കമിട്ട് വിവരിക്കുകയാണ് ഈ വിധിന്യായത്തിൽ. എന്നാൽ പി ദിവ്യ കുറ്റക്കാരിയെന്ന് തെളിയിക്കുന്ന നിരവധി പ്രസ്താവങ്ങളുണ്ട് ഈ വിധിന്യായത്തിൽ. ഇനി അവശേഷിക്കുന്നത് ന്യായമായിരിക്കണം എന്ന് കോടതി പറയുന്നു. അന്വേഷണം മരിച്ചയാളോട് നീതി പുലർത്തുന്നതായിരിക്കണം. ബെയിൽ ഈസ് ദ റൂൾ ആൻഡ് ജയിൽ ഈസ് ദി എക്സെപ്ഷൻ. ഈ വിധിന്യായത്തിൻ്റെ പൊരുൾ ആ ഒരു വാക്യം തന്നെ. എന്തുകൊണ്ട് പി ദിവ്യയ്ക്ക് ജാമ്യം നൽകുന്നു എന്നക്കമിട്ട് വിവരിക്കുകയാണ് നിരവധി പേജുകളിലൂടെ ഈ വിധിന്യായത്തിൽ. മാധ്യമങ്ങളും പൊതുജനങ്ങളും സാധാരണക്കാരുമൊക്കെ ഇരയുടെ നീതിക്കായി മുറവിളി കൂട്ടുന്നു. ജാമ്യാപേക്ഷയിൽ തെളിവുകളുടെ വിശദമായ പരിശോധന ആവശ്യമില്ല എന്ന് കോടതി പറയുന്നു. ഹർജിക്കാരി രക്ഷപ്പെടാൻ വേണ്ടി തെറ്റായ തെളിവുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കൈക്കൂലി വാങ്ങി എന്ന് പ്രശാന്തൻ പറഞ്ഞത് ആവർത്തിച്ച് ADM അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനാണ് പി ദിവ്യ ശ്രമിക്കുന്നത്. എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ ആ പരാതി ഇതുവരെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഫയൽ തീർപ്പാക്കുന്നതിൽ ADMന്റെ ഭാഗത്ത് ക്രമാതീതമായ യാതൊരുവിധ കാലതാമസവും ഉണ്ടായിട്ടില്ല. പി ദിവ്യയുടെ അഭിഭാഷകൻ പേജുകളെടുത്ത് പി ദിവ്യ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നയാളാണ് എന്ന് വിശദീകരിക്കുകയാണ് തന്റെ ജാമ്യാപേക്ഷയിൽ. ആ ഭാഗം പൂർണ്ണമായി വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലടക്കം പി ദിവ്യ അഴിമതിക്കെതിരെ പോരാടിയതിന്റെ നിരവധി കഥകളാണ് നിരത്തിയിരിക്കുന്നത്. കൃത്യമായ ചോദ്യമാണ് വിധിന്യായത്തിൽ കോടതി ഉയർത്തുന്നത്. അഴിമതിക്കെതിരെ പൊരുതുന്നയാളാണെങ്കിൽ അഴിമതിയെക്കുറിച്ച് വിവരം ലഭിച്ചപ്പോൾ ദിവ്യ നിയമപാലകരെ സമീപിക്കണമായിരുന്നു. അത് ചെയ്യാതെ ക്ഷണിക്കപ്പെടാതെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത് അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തത് ശരിയല്ല. കൃത്യമായ ഗൂഢാലോചന അധിക്ഷേപ പ്രസംഗത്തിന് പിന്നിലുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കോടതി അതിന്റെ നിരവധി വശങ്ങളാണ് ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാമ്യത്തിനുള്ള അവകാശം പ്രതിക്കെതിരെ സമൂഹത്തിന്റെ വികാരം കൊണ്ട് മാത്രം നിഷേധിക്കപ്പെടില്ല എന്ന് കോടതി വ്യക്തമാക്കി. അതിന് മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രം ജാമ്യം നിഷേധിക്കേണ്ടതില്ല എന്ന് ഭവാനി രേവണ്ണിയും കർണാടക സർക്കാരും തമ്മിലുള്ള 2024 കേസിലെ സുപ്രീം കോടതി വിധി നമുക്ക് മുന്നിലുണ്ട്. സമൂഹത്തിന്റെ വികാരം എതിരാകുന്നത് കൊണ്ട് മാത്രം ജാമ്യം നൽകാതിരിക്കരുത് എന്ന് സഞ്ജയും CBIയും തമ്മിലുള്ള 2011 വിധി നമുക്ക് മുന്നിലുണ്ട്. അതേ സമൂഹത്തിന്റെ വികാരം, മാധ്യമങ്ങളുടെ പ്രതികരണം എല്ലാം കോടതി മനസ്സിലാക്കിയിരുന്നു. കോടതിയുടെ വിധിന്യായത്തിൽ ഇത്തരമൊരു പരാമർശം കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ദിവ്യക്കെതിരെ കോടതിയുടെ പരാമർശം അത് അങ്ങേയറ്റം രൂക്ഷമാണ്. തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പി ദിവ്യ നടത്തിയിരിക്കുന്നത് എന്ന് വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നു. എന്നാൽ കോടതി കുറ്റക്കാരിയെന്ന് കണ്ടെത്തുന്നതുവരെ ആ പ്രതി നിരപരാധിയാണ്. വധശിക്ഷ, ജീവപര്യന്തം തടവ് എന്നിവ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ സ്ത്രീകൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവായതുകൊണ്ട് മാത്രം അവർക്ക് ജാമ്യം നിഷേധിക്കാനാവില്ല. സാക്ഷികളെ സ്വാധീനിക്കുമെന്ന ഭയം ജാമ്യം നിഷേധിക്കാൻ കാരണമല്ല. ഇവിടെ കോടതി ചില വിശദാംശങ്ങൾ നൽകുന്നുണ്ട് വിധിന്യായത്തിൽ. പി ദിവ്യയുടെ പ്രവൃത്തി അങ്ങേയറ്റം ആസൂത്രിതമാണ്. പ്രാദേശിക വീഡിയോ ചാനൽ ക്യാമറാമാനെ ക്ഷണിച്ചു വരുത്തി വീഡിയോ പകർത്തി അത് പ്രചരിപ്പിച്ചു. കേസ് ഡയറി ആദ്യം ഹാജരാക്കിയപ്പോൾ അതിൽ കളക്ടറുടെ മൊഴിയുണ്ടായിരുന്നു എന്ന് വിധിന്യായത്തിൽ പറയുന്നു. കളക്ടറും ദിവ്യയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പൂർണ്ണമായി വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ കളക്ടറേറ്റിലെത്തിയ ദിവ്യയ്ക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള സന്ദേശം നൽകുന്നത് കളക്ടറാണ് എന്ന ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ഭാഗം വിധിന്യായത്തിൽ കൃത്യമായി ഉൾപ്പെടുത്തി. ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കുമെന്ന ഭയം മരിച്ചയാളുടെ കുടുംബത്തിനുമില്ല എന്ന് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസ് ഡയറി ആദ്യം ഹാജരാക്കിയപ്പോൾ അതിൽ കളക്ടറുടെ മൊഴിയുടെ ഭാഗമൊക്കെ കൃത്യമായി ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തി. ADMന്റെ ഭാര്യ, മക്കൾ എന്നിവരുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥൻ എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ സാക്ഷിമൊഴി അട്ടിമറിക്കുമെന്ന ഭയമില്ല. ഏതെങ്കിലും വിധത്തിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ നൽകാം. ADMന്റെ ഔദ്യോഗിക ചുമതലകളിൽ ഇടപെട്ടത് അഴിമതിക്ക് തുല്യമാണ്. അഴിമതി നിരോധന നിയമപ്രകാരം പ്രശാന്തനെതിരെ പോലും കേസെടുത്തിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹാജരാക്കിയ കേസ് ഡയറിയിൽ പ്രശാന്തന്റെ മൊഴി ഉണ്ടായിരുന്നില്ല എന്നും കോടതി പറഞ്ഞു.
കോടതിയുടെ വിധിന്യായം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ ഈ കേസ് കൃത്യമായി അട്ടിമറിക്കപ്പെട്ടു അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എന്ന് വ്യക്തമാവുകയാണ്. ഇവിടെ പ്രോസിക്യൂഷന്റെ ചില ഒത്തുകളികളും നിഴലിക്കുന്നു. എന്നാൽ സ്ത്രീ കുടുംബജീവിതത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ചെറിയ കാലയളവിൽ പോലും അവരില്ലാതാകുന്നത് ആശ്രിതരെ അസ്വസ്ഥരാക്കും. ജാമ്യം നൽകാനുള്ള കാരണം അതും പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം പൂർണ്ണമായി കോടതി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഈ വിധി പ്രസ്താവം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ദിവ്യയുടെ പിതാവിന്റെ ഹൃദയ സംബന്ധമായ അസുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വിധിന്യായത്തിൽ കോടതി പരാമർശിക്കുന്നുണ്ട്. ദിവ്യയുടെ പെൺകുട്ടിയുടെ കാര്യവും കോടതിയുടെ പരാമർശത്തിലുണ്ട്. എന്തുകൊണ്ട് ദിവ്യയ്ക്ക് ഇത്തരമൊരു ജാമ്യം അനുവദിക്കുന്നു എന്ന് വിശദമാക്കുകയാണ് കോടതി. കേരളത്തിലെ സാധാരണ ജനങ്ങൾ, മാധ്യമങ്ങൾ, കേരളത്തിന്റെ പൊതുസമൂഹം ഈ പ്രതിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അത് വ്യക്തമാക്കുന്നതാണ് വിധിന്യായത്തിലെ ഓരോ വരികളും. ഈ വിധിന്യായം സമൂഹത്തിനുള്ള കൃത്യമായ സന്ദേശമാണ്. നിയമം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ ബാധ്യത കോടതിക്കുണ്ട്. അതുകൊണ്ട് കോടതി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകുന്നു എന്ന് വിശദമാക്കുകയാണ് കോടതി. എന്നാൽ മനസ്സാക്ഷിയുടെ കോടതിയിൽ പി ദിവ്യയ്ക്കുള്ള ശിക്ഷ അതവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നു. അതിനെ ശരിവെക്കുന്നതാണ് കോടതിയുടെ വാക്കുകളും. സമാനതകളില്ലാത്ത വികാരമാണ് കേരളത്തിൽ പി ദിവ്യയ്ക്കെതിരെ ഉയർന്നു വന്നത്. പി ദിവ്യയുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അന്ന് കോടതി പുറത്തിറക്കിയ വിധി ഏറെ സ്വാഗതാർഹമായിരുന്നു. എന്നാൽ ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഈ വിധി പരക്കെ വിമർശിക്കപ്പെടുന്നു. പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് വിമൻ ഇൻ ബെയിൽ ജൂറിസ്ഡിക്ഷൻസ് എന്ന് സെപ്പറേറ്റ് ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന വെച്ച് കോടതി പി ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത്തരമൊരു വിധി പറയാനായി കോടതി മുഖ്യമായി ഉപയോഗിച്ചിരിക്കുന്നത് ഭവാനി രേവണ്ണയുടെ കേസും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ട്രയൽ കോർട്സ് ആൻഡ് ദ ഹൈ കോർട്സ് ഹാവ് ഫോർഗോട്ടൻ എ വെരി വെൽ സെറ്റിൽഡ് പ്രിൻസിപ്പിൾ ഓഫ് ലോ that bail is not be withheld as a punishment. From our experience, we can say that it appears that the trial courts and the high courts attempt to play safe in matters of grant of bail. The principle that bail is a rule and refusal is an exemption is at times followed in breach. It is high time that the trial courts and the high court should recognize the principle that bail is rule and jail is exemption. വിധി പ്രസ്താവനയിൽ മുഴങ്ങി നിൽക്കുന്നത് ഇത് തന്നെ. അതെ, പി ദിവ്യ നിരപരാധിയെന്ന ഒരു സൂചനയും ഈ കോടതി വിധിയിലില്ല. പി ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുത്തതിനെ പി ദിവ്യ അമർഷത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. കണ്ണൂർ ലോബി ശക്തമായ അമർഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കോടതി വിധിയെ പലരും പല തലങ്ങളിൽ ഇപ്പോൾ വിമർശിക്കുന്നു. ജാമ്യം നേടിയ പി ദിവ്യ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു എന്ന പരിഹാസമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.